അല്ല, ഹലോ 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 ഹലോ, എന്ത് പറ്റി? എന്താ എല്ലാരും കരയുന്നേ? കരയല്ലേ, അത് ഒരു പോയി. ഇനിയിപ്പോ പറഞ്ഞ അയ്യോ അയ്യോ, നീ ഉണ്ടായിരുന്നത് കരയല്ലേ? ഒരാള് ചെയ്തു വെച്ച വീണ്ടും ചെയ്യലടാ ഒന്നത് ലാഗ്. അല്ല, എന്താ പറ്റിയ നോബി? പറ. 3-4 ദിവസം കൊണ്ട് സ്ക്രിപ്റ്റ് എഴുതി വെച്ചു. നല്ലൊരു കോമഡി സ്കിറ്റ് ആയിരുന്നു. അങ്ങനെ റിഹേഴ്സല് 2 വിറ്റ് കൊണ്ട് കളഞ്ഞിട്ടുണ്ട്. അങ്ങനെ നല്ലൊരു സ്കിറ്റ് സെറ്റ് ചെയ്ത് വെച്ച് അതിനെല്ലാരും കൂടെ കളിച്ച് കൊന്നു. 1 ഇഞ്ച് ശ്വാസം അതിനുണ്ടായിരുന്നു. അതിനെ ക്ലൈമാക്സ് ഡയലോഗ് പറഞ്ഞ അതിനെ വീണ്ടും കൊന്ന് കത്തിച്ച് ചാരമാക്കിട്ട്. അയ്യോ, അപ്പൊ ഒരു കാര്യം ചെയ്ത് നമുക്ക് ചടങ്ങൊന്ന് ചെയ്യാ അല്ലേ? ചടങ്ങ് ചെയ്യണം ചേച്ചി, പക്ഷെ ചടങ്ങ് ചെയ്യാൻ വേണ്ടി കുറച്ച് ആൾക്കാർ വേണം. ബന്ധുമിത്രാദികൾ വേണം. വ്യസന സമേതം ബന്ധുമിത്രാദികൾ എന്നതിന്റെ ചടങ്ങ് ചെയ്യാൻ വേണ്ടി വേണം. അല്ല, വ്യസന സമയത്ത് ഇപ്പൊ ഒരു സിനിമ റിലീസ്. അവരെല്ലാരും കൂടെ വന്ന് ഇപ്പൊ ഉണ്ട്. അയ്യോ, അവര് വിളിക്കട്ടെ. പിന്നെ വ്യസന സമേതം. അയ്യോ, അങ്ങനെ പറയരുത്. പിന്നെ വ്യസന സമേതം ബന്ധുമിത്രാദികൾ, വെൽക്കം ടു കോമഡി മാസ്റ്റർ. ഇതിപ്പോ കറക്റ്റ് സിനിമ പോലെ ആയല്ലോ. ഒരു സൈഡില് ബാൻഡ് മേളം നടക്കുകയാണ് ഇവിടെ, അല്ലേ? കറക്റ്റ് അതുപോലെ തന്നെ ഉണ്ട്. ഇതില് കുറച്ചു പേരെ നമുക്കറിയാം. പിന്നെ ഏറ്റവും പ്രത്യേകം പറയേണ്ടെന്ന് പറയുന്നത് അമ്മവേഷം കൈകാര്യം ചെയ്ത ഞങ്ങളുടെ സ്വന്തം എന്നാ ഗംഭീര പെർഫോമൻസ് ആയിരുന്നു. ഇപ്പോഴാണ് അവളെ പ്രായത്തിനൊത്തുള്ള വേഷം. അത് പറഞ്ഞപ്പോഴേ നോബിചേട്ടനും ഈ ഒരു സിനിമയുടെ ഭാഗമാണ്. അപ്പം നോബിചേട്ടനെ ഞാൻ വിട്ടു തന്നിരിക്കുകയാണ് ഇന്നത്തെ ഈ സ്റ്റേജും സിനിമയുടെ വിശേഷങ്ങളും എല്ലാം പറയാൻ വേണ്ടി. അതിനു മുമ്പേ വെൽക്കം ടു കോമഡി മാസ്റ്റേഴ്സ് അശ്വതി. ഭയങ്കര വെരി പ്രൗഡ് ഓഫ് യു അശ്വതി. ഞാൻ കുറച്ച് ഇന്റർവ്യൂസും കണ്ടു. സിനിമ പോയി കാണാൻ പറ്റിയില്ലെങ്കിലും നല്ല ഇന്റർവ്യൂസിന് വീഡിയോ. ഒന്നാണെങ്കിൽ ബൈജു ഏട്ടൻ, പിന്നെ അസീസ് ക, പിന്നെ മൂന്നാമത്തെ നോബി, അശ്വതി. അങ്ങനത്തെ ഒരു 1-2 ഞാൻ ഇന്റർവ്യൂസ് കണ്ടു. സൂപ്പർ എന്ന് പറഞ്ഞാൽ ബൈജു ഏട്ടനും അസീസ് കെയും ഞാൻ മിസ് ചെയ്യാണ് ഇവിടെ. അല്ല, നമുക്ക് മിസ് ചെയ്ത് പോയത് അനശ്വരയും പിന്നെ ചേച്ചിയുണ്ട്, ചേച്ചി വരാന്ന് പറഞ്ഞു. അവർക്ക് ഇന്ന് 2 പേർക്കും ഈ ഡേറ്റിൽ ഒരു ചെറിയ ഇത് പറ്റി. അതുകൊണ്ടാണ് അവർ 2 പേരും വരാൻ. സോ ബോയ്സ്, ഇൻട്രൊഡ്യൂസ് യുവർ സെൽഫ്. ചേച്ചി സജി അറിയാലോ. പിന്നെ ഈ സിനിമയുടെ ക്രിയേറ്റീവ് ഡയറക്ടർ കൂടിയാണ് ഞാൻ. ഞാൻ സാധാരണ കോമഡി ക്യാരക്ടറാണ് ഇതുവരെ ചെയ്തിട്ടുള്ളത്. അതിൽ നിന്ന് മാറി ഒരു ക്യാരക്ടർ ചെയ്തു. അതിന് ഇതിൻ്റെ ഡയറക്ടർ എസ് വിപിൻ, പ്രൊഡ്യൂസർ വിപിൻ ദാസ്, അവർ 2 പേർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി. ഇതിനു വേണ്ടിയാണ് ആക്ച്വലി മുടി വെട്ടിയത്. ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ടാണ് ഞാൻ 7 വർഷമായിട്ട് വളർത്തിക്കൊണ്ടിരുന്ന എന്റെ മുടി വെട്ടിയത്. എന്നെ ഈ സോഷ്യൽ മീഡിയ കണ്ട് സെലക്ട് ചെയ്തതാണ് ഈ സിനിമയിലോട്ട്. അപ്പോൾ എന്നെ പോലെ തന്നെ ഒരുപാട് പുതുമുഖ താരങ്ങൾക്ക് അവസരം കൊടുത്തൊരു സിനിമയാണ്. അപ്പൊ എന്തായാലും ഈ സിനിമയുടെ ഭാഗമായതിൽ ഒരുപാട് സന്തോഷം. അടിപൊളി. സുബിന്റെ സോഷ്യൽ മീഡിയ കണ്ടന്റ്സ് ഒക്കെ ഞാൻ ഭയങ്കര ഫാനാണ് കേട്ടോ. 2 പേരും ഫാനാണ് കേട്ടോ. എനിക്ക് താങ്കളുടെ ഈ ഫീമെയിൽ വോയിസ് ഒക്കെ ഭയങ്കര രസമാട്ടോ. ഇവിടെ എപ്പോഴെങ്കിലും ഒന്ന് അനിമേറ്റ് ചെയ്യണം. അയ്യോ, ഈ പെണ്ണിത് ഇങ്ങോട്ട് മാറി നിന്നാണിത്. നീ ഇങ്ങോട്ട് കയറി ഇങ്ങോട്ട് ഒരുപാട്. എൻ്റെ പേര് ജാസ്മൻ എന്നാണ്. സുബിൻ പറഞ്ഞ പോലെ തന്നെ ഈ 2 വിപിൻ ചേട്ടന്മാരും സോഷ്യൽ മീഡിയയിലുള്ള നമ്മുടെ വീഡിയോസ് കണ്ടിട്ടാണ് ഇതിലോട്ട് വിളിച്ചത്. പക്ഷേ ഞാനിതിൽ ചെയ്തിരുന്ന ക്യാരക്ടർ റീൽസ് ചെയ്യുന്ന പോലത്തെ ഒരു ക്യാരക്ടർ അല്ല, കുറച്ച് സീരിയസ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. അപ്പൊ അതിന്റെ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. അത് വലിയ ഗംഭീരമായിട്ട് ചെയ്തു ജാസിൻ, ഗംഭീരമായിട്ട് ആ ക്യാരക്ടർ കൈകാര്യം ചെയ്തു. ചേച്ചി, ഇതിന്റെ വലിയ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇതിന്റെ സംസാര ഭാഷ എന്ന് പറയുന്നത് തിരുവനന്തപുരം, വേങ്ങോട്, വെഞ്ഞാറമൂട്, ചെമ്പൂര്, തോന്നക്കൽ ഈ പ്രദേശത്തുള്ളൊരു സംസാര ഭാഷയാണ്. അതായത് പഴയ ആൾക്കാരുടെ സംസാര ഭാഷയാണ് ഈ ചിത്രത്തിൽ യൂസ് ചെയ്തിട്ടുണ്ട്. കാര്യം ഇപ്പൊ നമ്മളവിടെ ഉള്ളെങ്കിൽ പോലും നമുക്ക് സംസാരിക്കുമ്പോൾ അത് വ്യത്യാസം വരും. അത് നമ്മുടെ ഡയറക്ടർ വിപിനും സജിയും കൂടെ ഇരുന്നിട്ട് എല്ലാവർക്കും അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്തു കൊടുത്തു. അതൊന്നും തിരുവനന്തപുരം അതിനെ ഇങ്ങോട്ട് മാറ്റണം, അങ്ങോട്ട് ചേഞ്ച് ചെയ്യണം. വ്യത്യാസമുണ്ട്. അത് പിന്നെ പറഞ്ഞോ അശ്വതി.
അയ്യോ പാവം പോലെ അതല്ല സ്കിറ്റ് കളിക്കാൻ ഇത്രയും ടെൻഷൻ ഇല്ലെന്ന് തോന്നുന്നു. സത്യം, ഞാൻ എനിക്ക് നെഞ്ചിങ്ങനെ പടപട ഇടിച്ചോണ്ടിരിക്കുകയായിരുന്നു. ആദ്യമായിട്ടായിരിക്കില്ല ഇത്രയും മെച്ചോർഡ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ചെയ്യുന്നത്. അതായത് അല്ല അനശ്വരയുടെ അമ്മ റോൾ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും അതെ. അല്ല, ഞാൻ ഒരു ഇന്റർവ്യൂല് കണ്ടപ്പോ ബൈജുവേട്ടന് ഭയങ്കര സങ്കടം. അസീസ്കയും അശ്വതിന്റെ മോളാണ് അനശ്വര. എന്റെ പോലെയല്ലേ കാണാൻ അവള്, അനശ്വര എന്റെ പോലെയല്ലേ പറഞ്ഞ് ചോദിക്കുകയുണ്ടായിരുന്നു. സെറ്റിൽ മുഴുവൻ അങ്ങനെ ഒരു ചർച്ച ഉണ്ടായിരുന്നു. കാരണം നാച്ചുറൽ ലുക്ക് വേണമെന്ന് ഉണ്ടായിരുന്നു സിനിമയിൽ എല്ലാവർക്കും. അപ്പൊ ഞങ്ങൾ ചെന്നപ്പോ തന്നെ ഞങ്ങളൊക്കെ ടാൻ ആക്കിയിട്ട് അങ്ങനെയായിരുന്നു ചെയ്തത്. അപ്പൊ ഇതിലുള്ളതിൽ അവിടെ അനശ്വര ഇച്ചിരി നല്ല ഫെയർ ആണല്ലോ. അപ്പൊ ബൈജു ചേട്ടന് മാത്രമാണ് അത്രയും ഫെയർ ആയിട്ടുള്ളത്. അപ്പൊ അവിടെ അവിഹിത കഥകൾ ഇറക്കി. ഇത് ആക്ച്വലി അസീസക്കയുടെ കുട്ടിയാണോ? അത് വെച്ചിട്ടാണ് അന്ന് ഇന്റർവ്യൂവിൽ അങ്ങനെ പറഞ്ഞായിരുന്നത് ബൈജു ചേട്ടൻ. ക്ലൈമാക്സ് ഭയങ്കര ക്ലൈമാക്സ് സീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഷൂട്ടിംഗ് സ്ഥലത്താണ്. അതായത് ഡെഡ് ബോഡി അടക്കുന്നതാണ് ക്ലൈമാക്സ്. അപ്പൊ എല്ലാരും ചുറ്റും ഇങ്ങനെ, അപ്പൊ ഭയങ്കര സെന്റിമെന്റ്സ് ആണ്. അങ്ങനെ ഈ ഡെഡ് ബോഡി ഇങ്ങനെ ചുറ്റുപാട് ഒരു 100-300 ജൂനിയർ ആർട്ടിസ്റ്റുകളുണ്ട്. ഇങ്ങനെ നിന്നിട്ട് ഡെഡ് ബോഡി വെച്ചിട്ട് ഇങ്ങനെ ഈ വിറക് വെച്ച് ഇതെല്ലാം വെച്ച് കത്തിക്കുകയാണ് സീൻ. കത്തിക്കുന്ന സമയത്ത് ഈ മേക്കിംഗ് എടുക്കാൻ വേണ്ടിയിട്ട് ഈ ഡെഡ് ബോഡിയുടെ ഇടയ്ക്ക് ഒരു ഫോൺ കൊണ്ടങ്ങ് വെച്ച് ഷൂട്ട് ചെയ്യാൻ. അപ്പൊ ഇതിങ്ങനെ വെച്ചിട്ടുണ്ട്, അവിടെ ചടങ്ങ് നടക്കുന്നതല്ല. അപ്പൊ എന്റെ ബാക്കിൽ നിന്നൊരു അമ്മച്ചി വെച്ച്, അതെ ആ ബോഡിക്കകത്ത് എന്തിനു ഫോൺ വെച്ചത്? ഞാൻ പറഞ്ഞ കത്തിയിലേക്ക് വിളിച്ചു പറയാൻ. ഭയങ്കര നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അസീസിക്കയുടെ വൈഫായിട്ടാണ് ചെയ്തേക്കണത്. പിന്നെ മല്ലികാമ്മയുടെ മകളാണ്. അപ്പൊ അത് മല്ലികാമ്മയുടെ മകളെന്ന് പറയുമ്പോൾ പൃഥ്വിരാജിന്റെ സഹോദരിയാണ്. അല്ല വേറെ സംഭവം അറിയാമോ, ഇവിടെ അനിയത്തിയല്ല ഞാൻ കെട്ടിയേക്കണത്. അപ്പൊ ഞാൻ പൃഥ്വിരാജ് അണിയായി. ഈ ബാക്കി 3 പേരുടെ കഥാപാത്രങ്ങൾ പറയുകയാണെങ്കിൽ ഒരാളെ സറൗണ്ട് ചെയ്ത് നടക്കുന്ന പിന്നെ 3 കഥാപാത്രങ്ങളാണ്. അതില് ഒരു ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ട്, എന്നെ പോലെ തന്നെ ലൈൻ അടിക്കാൻ നിൽക്കുമ്പോൾ എന്തിനും കൂട്ടു നിൽക്കുന്ന ഒരു ബെസ്റ്റ് ഫ്രണ്ടാണ് ഇവര് രണ്ടുപേരും. ജോമൻ യൂഷ്വലി അങ്ങനത്തെ ഒരു ക്യാരക്ടേഴ്സ് ചെയ്യുന്നതുകൊണ്ട് എല്ലാവർക്കും പെട്ടെന്ന് ഭയങ്കര ഇഷ്ടമാണ്. അരുൺ എന്ന് പറയുകയാണെങ്കിൽ അരുണായിട്ട് ഇതുപോലൊരു ടോക്സിക് ആയിട്ടുള്ള ഒരു വ്യക്തി മാറുണ്ടാവില്ല. കുറെ പേർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും അല്ലേ? അരുണേട്ടന്റെ കഥാപാത്രം സിനിമാ കഥാപാത്രത്തിന്റെ കാര്യമാണ് പറഞ്ഞത്. പക്ഷെ റിയൽ ലൈഫിൽ എത്രത്തോളം ടോക്സിസിറ്റി ഉള്ള ഒരു വ്യക്തിയാണ് താങ്കൾ? അല്ല അങ്ങനെയുള്ള ഒരാളൊന്നും അല്ല. ആ ക്യാരക്ടറേ അല്ല. ഞാൻ ഈ പറഞ്ഞ പോലെ ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്യാത്തൊരു ക്യാരക്ടറാണത്. കണ്ടല്ലോ, പടം കണ്ടല്ലോ. അതേപോലത്തെ അശ്വതിയുടെയും അസീസിക്കയുടെയും മരുമോനാകാൻ പോകുന്ന നിന്റെ കെട്ടാൻ പോണ പെണ്ണിന്റെ അമ്മ അശ്വതി എന്നാ ഞാൻ ചേച്ചി എന്ന് വിളിക്കും. ചേച്ചിക്ക് അരുണിനെ മനസ്സിലായോ? അരുണിനെ മനസ്സിലായില്ലേ? ഷൂസിന്റെ അടിയില് ടയർ വെച്ചിട്ട് ചാടി സ്കേറ്റിംഗ് ചാമ്പ്യൻ ആണ് അരുൺ ചേട്ടൻ. പിന്നെ ചാമ്പ്യൻ ആണ് ഒളിമ്പ്യൻ അന്തോണി. പഴയ ചൈൽഡ് ആർട്ടിസ്റ്റ്. അന്നേ ടോക്സിക് അല്ലേ? ആ പടത്തിലും നടക്കും. ഓ മൈ ഗോഡ്, കല്യാണമൊക്കെ കല്യാണം കഴിച്ചു, സോറി മോഡൽ സ്കൂളില് സണ്ണി കരയാണ് ഇതൊക്കെ. അല്ലല്ല സണ്ണി കരയാണ്. നോവിച്ചേട്ടന്റെ കൗണ്ടർ കണ്ടിട്ട് അല്ലല്ല, സണ്ണി ഷിജുവിനെ സമ്മതിക്കണം ചേച്ചി. കാര്യം ഇതിനകത്ത് മിക്കുള്ളവരും തിരുവനന്തപുരത്തുള്ളവരാണ്. ഷിജുവും അനശ്വരയും മാത്രമേ ഉള്ളൂ തിരുവനന്തപുരം ജില്ലയ്ക്ക് വെളിയിൽ. കാര്യം നമുക്ക് തന്നെ സംസാരിക്കാൻ ബുദ്ധിമുട്ട്. അത് ഷിജു ഗംഭീരമായിട്ട് പഠിച്ചു. ജോമന്റെ കൂടെ കേക്കട്ടെ. ജോമൻ സിനിമയിലൊക്കെ കാണുമ്പോ ഭയങ്കര ആക്റ്റീവ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിട്ട് ഭയങ്കര പാവം പോലെയാണല്ലോ നിക്കുന്നേ. പക്ഷെ ജോമോൻ ഇങ്ങനെ തന്നെയാ. ഇത് നിങ്ങളുടെ കൂടെ വാഴയിൽ മോനായിരുന്നില്ലേ? അതെ, പുള്ളിയുടെ മോനായിട്ട് ഞാൻ അഭിനയിച്ചില്ല. പുള്ളി ഞാൻ ഒരു പ്രായം എന്നാ പുള്ളി പറഞ്ഞോണ്ട് അതുണ്ടാവാൻ ചിലപ്പോ. ഇതില് എന്റെ ക്യാരക്ടറിന്റെ പേര് ശക്തി എന്നാണ്. ഞാനും സിജുവും ബെസ്റ്റ് ഫ്രണ്ട്സ് ആണ്. അപ്പൊ മരണ വീട്ടില് ഒരു കുറച്ച് കാര്യങ്ങൾ നമുക്ക് നേടിയെടുക്കാറുണ്ട്. അങ്ങനെ വരുന്നതാണ് ചേച്ചി പടം കാണുന്ന ചിരിച്ച. നമുക്ക് ട്രെയിലർ എന്തായാലും പ്രേക്ഷകർ കണ്ടതാണ്. എങ്കിൽ ഒരിക്കൽ കൂടി ഒന്നും കൂടെ കാണാം. എന്നാലേ നമുക്ക് ആ എലമെന്റ്സ് ഒക്കെ കണക്ട് ചെയ്ത് കണ്ട സിനിമയ്ക്ക് ഒന്നും കൂടെ നമുക്ക് ആലോചിക്കാൻ പറ്റുള്ളൂ. ഓക്കെ, ട്രെയിലർ കാണാം. നമ്മളിവിടെയൊക്കെ മരണ വീട്ടിലെ അടി ആദ്യമായിട്ടാണല്ലേ ചേച്ചി? കൊല്ലത്തൊക്കെ ഉണ്ട്. അന്നവിടെ ആര് മരിച്ചത്? അവിടെ ആരാണ്ടോ മരിച്ചെന്ന്. മരിപ്പൂട്ടിലെ ഈ ആൾക്കാർ കരയണ കാണുമ്പോ എനിക്ക് സഹിക്കാൻ പറ്റില്ല. ഞാൻ ചിരിച്ചു പോകും. അവളെ മേലൊരു കണ്ണോണം കേട്ടോ. അവളാ കരഞ്ഞിട്ട് മൂക്ക് വീണതൊക്കെ കാണണം. അവൻ വേറൊരു സൈക്കോ. മര്യാദക്ക് നീ എന്റെ അച്ഛനമ്മയും വിളിച്ചോ. നിന്റെ കോൾ ലിസ്റ്റ് സ്ക്രീൻഷോട്ട് എടുത്തയച്ചേ.
ഇവിടെ നീ എന്തിനു തീരുമാനിച്ച്? എന്തോന്ന്? നീ തൂങ്ങിച്ചാവണോ അതോ വിഷം കഴിക്കണം? സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഈ സമയത്ത് മരിച്ചത് തന്നെ ശരിയായില്ല. എന്തൊരു പെണ്ണിത്, പരമ കഷ്ടം തന്നെ. നീ ഒരു പോരാളിയാണ്ട പ്രസന്ന. എന്നാരും പറഞ്ഞു ശാസ്ത്ര സാഹിത്യ പരിഷത്ത്. അറിയടാവനെ അഴുക്കേരിയാണ് ഇവിടെ എല്ലാം ഭ്രാന്തന്മാരാണ്. എടാ, നിനക്ക് വേണമെങ്കിൽ നിൽക്കാം, അല്ലെങ്കിൽ പോവാ. ഞാൻ ഒരിക്കലും നിന്നെ ഇവിടെ പിടിച്ചു വെക്കൂല. ഇതിനെക്കാട്ടിലും ചിരിയാണ് നമ്മള് തിയേറ്ററിൽ പോയി കഴിഞ്ഞാൽ ഇരുന്ന് ചിരിക്കുന്നത്. ഹാപ്പി അല്ലേ ഹാപ്പി ഹാപ്പി ഹാപ്പി. കോമഡി മാസ്റ്റേഴ്സിന്റെ വേദിയിൽ വന്നാൽ നിങ്ങൾക്ക് ദുഃഖിക്കണ്ടെന്ന് ഞാൻ എഴുതി വെച്ചൊന്ന് നിങ്ങളുടെ പിള്ളേരെ കൊണ്ട് വന്നു ഞങ്ങൾ ക്ലീൻ ആക്കി കൊടുത്തു. മാത്രമല്ല ഇതിന്റെ ഇടയ്ക്കൊരു സൂര്യ വരും. സൂര്യ എപ്പോ വരും? ഹലോ, ഒരു സെക്കൻഡ്, ഒരു ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ട്. എങ്ങനെയാണ്? ആണോ, ഒരാളുടെ ഭാര്യ ഇവിടെ കാണാനില്ലെന്നോ? അയ്യോ, ആരുടെ ആണാവോ? എന്തെങ്കിലും ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ടോ? അഖിലിന്റെ കാരണത്ത് നോക്ക്. എല്ലാവരും സെറ്റിൽ ആവാൻ നമുക്ക് ഭാര്യ ഒന്ന് കണ്ടുപിടിക്കാം. വെൽക്കം ടു കോമഡി മാസ്റ്റേഴ്സ് വൺസ് അഗൈൻ. നമുക്ക് ഭാര്യയെ തപ്പി ഇറങ്ങാനുള്ള സമയമായിരിക്കാണ്. നോക്കാം. നിങ്ങളൊക്കെ വിചാരിക്കും ബസന സമയത്ത് ഞാൻ എന്താ ഇവിടെ ഇങ്ങനെ നിക്കണെന്ന്. നിങ്ങൾ വിചാരിച്ചില്ലേ ഇതൊരു മരണ വീടായിരിക്കുമെന്ന്? വിചാരിച്ചില്ലേ? പക്ഷെ മരണ വീടല്ല. എന്റെ മോൻ സജി, അവന്റെ ഭാര്യ ഉഷ നല്ല രീതിയിൽ കല്യാണം കഴിഞ്ഞ് നന്നായിട്ട് താമസിക്കുമായിരുന്നു. എന്താ ഏതാ കാരണമൊന്നും അറിയാതെ അവൾ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി. 3 മാസമായി ചേച്ചി ഇങ്ങോട്ട് വന്നിട്ടില്ല. എന്റെ മോനുണ്ടല്ല, അവള് പോയ വിഷമത്തില് ജലപാനം പോലും ഇല്ലാതെ സങ്കടപ്പെട്ട് വീട്ടിൽ ഇരിക്കുക. സത്യം പറഞ്ഞ എന്റെ മരുമോള് പോയ വിഷമത്തിലില്ലേ, എനിക്ക് ഭയങ്കര സങ്കടം ഉണ്ടെന്ന് നിങ്ങൾ വിചാരിച്ച എനിക്കൊരു സങ്കടം. മൂദേവിയാണ്, മൂദേവി. അവൾ ഈ വീട്ടിൽ കാലെടുത്ത് വെച്ച അന്ന് തൊട്ട് എന്റെ കഷ്ടകാലം തുടങ്ങി. അവളുടെ ഉദ്ദേശം എന്താണെന്നറിയോ? എന്നെയും എന്റെ മോനെയും കൂടെ അങ്ങ് പിരിയിക്കാൻ. എന്നിട്ട് അവക്ക് എന്റെ മോനെ ഇവിടുന്ന് പറിച്ച് അവളുടെ വീട്ടിൽ കൊണ്ട് നടണം. അത് ഞാൻ സമ്മതിക്കോ? അവള് പോയത് നന്നായി. ഞാനേ ഇതങ്ങോട്ട് ആഘോഷിക്കാൻ പോവാ. ആഘോഷിക്കാൻ ഞാനിത് ആഘോഷിക്കും. അവള് പോയത് ഞാൻ ആഘോഷിക്കും. സജി, നിന്റെ ഭാര്യ പോയതിന്റെ വിഷമമില്ലേ? ഞാനിപ്പോ ഈ നാട്ടുകാരോടൊക്കെ പറഞ്ഞിട്ട് എന്റെ നാക്കങ്ങ് വായിലോട്ട് ഇട്ടതേ ഉള്ളു. അല്ലേ? എന്തിനാണ് നീ കൊഞ്ഞണം കുത്തുന്നത്? നീ ഇങ്ങനെ വിഷമം പറഞ്ഞ എനിക്കും നല്ല ഇവിടെ ഇരിക്കുന്ന ആർക്കും മനസ്സിലാവത്തില്ല. അവന്റെ ഭാര്യ പിണങ്ങി പോയിന്ന്. 3 മാസമായി പോയിട്ട് ഇതുവരെ വന്നിട്ടില്ലെന്ന്. അവൾ ഇനി വന്നില്ലെങ്കിൽ ഇവൻ പണിക്ക് പോത്തില്ലെന്ന്. പറഞ്ഞത് ഇനി അവളെ ഓർത്ത് ഇവിടെ എങ്ങനെ ഇരുന്നിട്ടുണ്ടെന്ന് മര്യാദക്ക് നീ പണിക്ക് വെക്കണം. ബസന സമയത്ത് ഒരു മകൻ നിൽക്കുമ്പോ അവരോട് പണിക്ക് പോകാൻ പറയണതല്ലേ? ഉഷ എവിടെ പെയ്യമ്മ? ഉഷ അങ്ങ് ചന്ദ്രനിൽ പോയി. അയ്യോ, എനിക്കത് കാണുമ്പോ സങ്കടം സഹിക്കാൻ വയ്യമ്മ. ആ വാഴയെ കൊണ്ട് എന്താണ് നിനക്ക് സങ്കടം സഹിക്കാൻ പറ്റാത്തത്? ആ വാഴയ്ക്ക് കുടിയെടുത്താര്? ഉഷ. അത് നട്ടതാര്? ഉഷ. അതിന് വെള്ളം ഒഴിക്കണാര്? ഉഷ. ആ വാഴയ്ക്ക് 3 നേരം ഭക്ഷണം കൊടുക്കണത് ആരാ? ആരാന്ന്? അമ്മ, നിങ്ങൾ വാഴയെ നോക്കിയിട്ട് എന്നെ ചൂണ്ടി എന്തിന്? അങ്ങോട്ട് ചൂണ്ടിയാലും ഇങ്ങോട്ട് ചൂണ്ടിയാലും വാഴ തന്നെയല്ലേടാ. പക്ഷെ അമ്മച്ചിയെ കുറിച്ച് ആരും തെറ്റിദ്ധരിക്കല്ലേ. അമ്മ ഇങ്ങനെ സംസാരിക്കണതിന്റെ കാര്യം 10 വർഷം അമ്മ ആലപ്പുഴയുള്ള അപ്പച്ചീരെ വെട്ടി ജോലിക്ക് പോയിന്ന് കേട്ടാ. അതുകൊണ്ടാണ് അമ്മച്ചി ഇങ്ങനെ സംസാരിക്കുന്നത്, ഞാൻ ഇങ്ങനെ സംസാരിക്കുന്നത്. അല്ലെങ്കിൽ ലോജിക്ക് അടിക്കും കേട്ടോ. എന്തൊക്കെ പറഞ്ഞാലും അവൾ ഇവിടെ ജീവിച്ചിടത്തോളം കാലം അവക്കൊരു വൃത്തിയില്ലായിരുന്നു. അവള് പ്രശ്നക്കാരിയുമായിരുന്നു. എവര് ഈ വൃത്തിയും പ്രശ്നവും പിടിച്ചോണ്ടിരിക്കും. എവിടെ ചെന്നാലും അവളുടെ പ്രശ്നം, വൃത്തി പ്രശ്നം. നിങ്ങൾ പ്രശ്നേഷാന്നേ. ഞാനൊരു കാര്യം പറഞ്ഞേക്കാം, നീ അവളെ നോക്കിയിരിക്കാതെ മര്യാദക്ക് പണിക്ക് പോകാൻ നോക്ക്. അല്ലെങ്കിൽ എന്റെ സ്വഭാവം ഞാൻ പറഞ്ഞേക്കാം. ഞാൻ പഠിക്കൂല. ഞാൻ ബസ്സിലെ സമയത്ത് എവിടെ ഇരുന്ന് കരയും. എന്റെ ഉഷ പോയേ. എന്നാലും ആധാർ കാർഡും റേഷൻ കാർഡും കൂടെ ബന്ധിപ്പിക്കുമെന്ന് പോണെന്നും പറഞ്ഞ് പെയ്യിട്ട് അവൾ എവിടെ പെയ്യത്?
എടാ കുമാറേ കിട്ടിയാടാ കിട്ടി. എടാ ഉഷേരെ ചില്ലിട്ട ഫോട്ടോ കിട്ടിയാ? നിന്റെ ഭാര്യയുടെ ചില്ലിട്ട ഫോട്ടോ കിട്ടിയടാ. കൊള്ളാ പോടാ. നോക്കണേ പാട്ടിടറാ. കണ്ണാളെ സൽവാര ചെണ്ടാളെ പൽവാഴ ദേവഞ്ഞ സെൽവാക്ക് ഇല്ലാതെ തൊണ്ടയ്ക്കുള്ളാലെ നിന്നെ കണ്ടാളെ നൊങ്കിൻ തള്ളാലെ വാക്ക് തീർന്നേ നീ അകലെ അകലെ ചരട് മുറിഞ്ഞ പട്ടം ഞാൻ ചുവട് കറങ്ങി മറന്ന പരിസരം ആറടി മണ്ണിൽ കുളിച്ചു മൂടണോ ഇഷ്ടം ഞാൻ ജനിച്ച മരിച്ച പലവട്ടം പൂളിഞ്ചിക്കാ രഞ്ജിതമേ രഞ്ജിതമേ കണസ കണസ് രഞ്ജിതമേ 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 മനസ കലസ് രഞ്ജിതമേ പുളിഞ്ചിക്ക രഞ്ജിതമേ പുളിഞ്ചിക്ക. ഈ പുളിച്ചിക്കരയുടെ എങ്ങനെയാടാ രഞ്ജിതം വന്നത്? എനിക്കറിഞ്ഞൂടെ മിക്സ് ആയി കയറി വന്ന്. ഞാനൊന്ന് ചോദിച്ചോട്ട്, നീ കല്യാണം കഴിക്കാൻ നടന്നിട്ട് എന്തരാടാ? എന്റെ സങ്കല്പത്തിലുള്ള പെണ്ണ് കിട്ടുന്നില്ല അളിയാ. എന്തരായിരുന്നു നിന്റെ അത്ര സങ്കല്പം? എന്റെ സങ്കല്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ സംശയിക്കാത്തൊരു പെൺകുട്ടിയായിരിക്കണം. ഓ എന്റെ അമ്മയെ പൊന്നുപോലെ നോക്കുന്നൊരു പെൺകുട്ടിയായിരിക്കണം. ഓ എനിക്ക് ആഹാരമൊക്കെ വെച്ച് തരുന്നൊരു പെൺകുട്ടിയായിരിക്കണം. അപ്പൊ നീ 3 കെട്ടേണ്ടി വരും. എന്തിന്? എടാ ഇത് 3 ഒത്താണെങ്കിൽ ഒരു പെണ്ണിനെ ദൈവം സൃഷ്ടിച്ചിട്ടില്ലടാ. എനിക്ക് പെണ്ണ് കിട്ടൂലേ? കിട്ടൂല. നിനക്ക് ജീവിതകാലം നിനക്ക് പെണ്ണ് കിട്ടില്ല. നീ ഇങ്ങനെ മുക്കി മുരടിച്ച്. സജി ചന്ദ്രമാമൻ വരുന്നുണ്ട്. ഇന്ന് ഇതിനൊരു തീരുമാനം ഉണ്ടാക്കണം. ചന്ദനമാമേ ചന്ദ്രമാമൻ, നിന്റെ ചന്ദ്രമാമൻ വരുന്നുണ്ട്. വരട്ടെ. ബാവാ. डोली के पीछे क्या है? डोली के पीछे, डोली के पीछे क्या है? डोली के पीछे, डोली के पीछे क्या है? അലഞ്ചോസ് പെരേരെ ഒന്ന് അടങ്ങണ. അലഞ്ചോസ് പെരേരെ ഒന്ന് അടങ്ങണ. മാമ മക്കളെ മാമ എല്ലാ കേസും അറിഞ്ഞ് 3 മാസമായി അവള് പോയിട്ട് പോയി മാമ. അല്ലേ വിഷമിച്ച് വീണ്ടാത്തിരിക്കരുത് മക്കള്. മക്കള് വിഷമിക്കണ്ട മക്കളെ. മാമ നല്ലൊരു കല്യാണ ആലോചനയാണ് വന്നിരിക്കുന്നത്. ഓ നിങ്ങൾ എന്ത് വർത്താനായി പറയണത്? അവൻ അങ്ങനെ വേറെ പെണ്ണൊന്നും ആലോചിക്കണ്ട കേട്ടല്ലോ. അമ്മ നിങ്ങൾക്ക് ഉഷ അത്രക്ക് ഇഷ്ടമാണ് അമ്മ. അത്രക്ക് ഇഷ്ടം ഉണ്ടായിട്ടല്ല, അവളെ കെട്ടിയെടുത്തിട്ട് തന്നെ എനിക്ക് തലവേദനയായിരുന്നു. ഇനി വേറൊരുത്തിനെ കൂടെ കെട്ടിയെടുക്കാനാ. ഒന്ന് പോടാ അവിടുന്ന്. മക്കളെ മാമ ഒരു കാര്യം പറയാം. നീ ഇങ്ങനെ വീടിനകത്ത് വിഷമിച്ചിരുന്നൊരു കാര്യമില്ല. അതെ മക്കള് പുറത്തോട്ടൊന്ന് ഇറങ്ങി കറങ്ങാൻ നോക്കും. അതെ, മനസ്സിൽ വിഷമൊക്കെ ഒന്ന് മാറും. 10 മനുഷ്യരെ പോയി കണ്ടിട്ട് വാ. പ്രകൃതിയിലോട്ട് ഒന്ന് അലിഞ്ഞു ചേരാൻ നോക്ക്. ഇപ്പൊ വിഷമം മാറും മക്കളെ. മക്കളെ വാ ഒന്ന് പോയിട്ട് വാ. ഒന്ന് പ്രകൃതിക്ക് ആസ്വദിച്ചു വരുമ്പോ എന്തിനാ മക്കളെ? അമ്മ കുമാറേ ആയിരിക്കണ ഉഷയല്ലേ ആയിരിക്കണ? ചോപ്പും മറ്റേ ഇതൊക്കെ ഇട്ടോണ്ട് മുടിയൊക്കെ ഉഷയല്ലേ ആയിരിക്കണ? എടാ അമ്മയുടെ കണ്ണു പിടിക്കുന്നില്ലല്ലോ. അല്ലെങ്കിൽ പിന്നെ ഞങ്ങൾക്ക് കണ്ണു കാണാനും. മാമ അത് ഉഷ, മാമ അത് ഉഷ, സത്യമായിട്ട് ഉഷ. അത് നിന്റെ ഉഷയൊന്നും അല്ലടാ. അത് ഉഷയായിരുന്നെങ്കിൽ എപ്പോഴേ എന്നെ വന്ന് വലിച്ചു കീറിയനെ. അവളുടെ സാരിയല്ലേ ഞാൻ ഉടുത്തേക്കണത്. അവളെ ഇറങ്ങാൻ കാത്തിരുന്ന് അവളെ സാരിയും പാവാട എടുത്ത് കൊടുക്കാനായിട്ട്. ഉഷയല്ലേ? പിന്നെ ഉഷയുടെ ഇപ്പുറത്തിരിക്കണ കൊച്ചില്ലേ? അയ്യോ അതിനെ എനിക്കറിയാം. ആ കറുപ്പിൽ ഞാൻ അതിന്റെ ഒരുപാട് സിനിമയൊക്കെ കണ്ടിട്ടുണ്ട്. കറുപ്പിൽ വെള്ളപ്പുള്ളി സണ്ണി. സണ്ണി എന്തിനാ പറയണത്? നേരെ നോക്ക കാപ്പി സണ്ണി അല്ലേ അത്? സണ്ണി വെയിൻ. സണ്ണി വേന അത് പി ജെ ആന്റണി. ഞാൻ ഒരു കാര്യം അല്ല അല്ല, അത് സിജു സണ്ണി. മറ്റേ മരണമാസ്. മരണമാസ് ചോദിച്ചു ഉഷേരെ ചോദിച്ചു. ഉഷ എനിക്ക് ഉഷ ഒരു ഉഷ എന്റെ ഭാര്യ ഉഷയാണ്. അല്ല ഇത് ഉഷ പറയട്ടെ. എന്തേട്ടാ? എന്റെ ഭാര്യ ഉഷ ആണാ നീ? ഇല്ലേട്ടാ, ഏട്ടനാ ആള് മാറിയതാ. എന്റെ വീട് തൃശ്ശൂരാ. തള്ളേ വള്ളുവനാടാ. അല്ല ഞാൻ പറഞ്ഞില്ലേ. കൊച്ചിങ്ങോട്ട് വന്നേ. കണ്ണു പിടിക്കുന്നില്ലെങ്കിൽ വന്നേ വാ. ഇങ്ങോട്ട് വാ. എന്റെ ഈ ഉഷ എന്നെ ഇത് ഉഷ എന്റെ ഉഷ നോക്കുന്നുണ്ട്. എന്റെ ഉഷ ഇത് ഉഷ അത് ഉഷയാണെന്നൊരു സംശയമുണ്ട്. ഉഷ തന്നെ. എന്റെ ഉഷ ചോദിച്ചോക്കടാ. ഉഷയാണോ കൊച്ചേ? ഇല്ല, നിങ്ങക്ക് ആള് മാറിയതെന്ന്. ഞാൻ ഉഷയല്ല, എന്റെ പേര് അശ്വതി എന്നാണ്. ഞാൻ തൃശ്ശൂരിൽ നിന്നാണ് വരുന്നത്. ഉഷയല്ല എന്നുള്ള കാര്യത്തിൽ തീരുമാനമായല്ലോ. ഇനി നിനക്ക് സംശയമൊന്നും ഇല്ലല്ലോ. നിന്റെ ഉഷ ഏതോ ബംഗാളിയുടെ കൂടെ പോയി ഇപ്പൊ ബംഗാളിൽ നല്ല സുഖമായിട്ട് താമസിക്കുന്നുണ്ടാവും. പക്ഷേ എന്റെ കൊച്ചിനെ വിഷമിപ്പിച്ച ആ ഉഷയെന്ന് പറഞ്ഞവള് എന്റെ ഭഗവാനെ അവളുടെ തലയില് നിങ്ങൾക്ക് എന്റെ മാപ്പിളെ കൊണ്ട് നിങ്ങൾക്ക് വേറെ പെണ്ണ് കെട്ടിക്കണം. ഞാൻ ഇവിടെ 3 വർഷം മാറി നിന്നപ്പോ നിങ്ങൾ ഇവിടെ കിടന്ന് പൂത്ത് വിളയാടുന്നല്ലേ? ഇങ്ങോട്ട് മാറിയില്ലെന്നേ. നിങ്ങൾക്ക് എന്തായിരുന്നു ഗുരു? നിങ്ങൾക്ക് നിങ്ങളെ ചെവളെ കുത്തി ഞാൻ കീറി
നിങ്ങൾക്ക് വേറെ പെണ്ണിനെ കല്യാണം കഴിക്കണല്ലേ നിങ്ങൾക്ക് 3 മാസം വരെ 3 മാസം ഞാൻ ഇവിടുന്ന് മാറിയുന്നുള്ളൂ. തനി കോണം കളവീര അല്ലേ? നിങ്ങൾക്ക് എന്താണ് ഇനി വേണ്ടത്? ISI മുദ്ര അടിച്ച് തെളിയിച്ച് നീയാണ് ഉഷയെന്ന്. പിന്നെ നീ എവിടെ പോയിരുന്നടി? ഞാൻ പിന്നെ സിനിമയ്ക്ക് പോയത്. സിനിമയ്ക്ക് പോയെങ്കിൽ വൈകിട്ട് വീട്ടിൽ വന്നൂടെ? അതല്ലെന്നേ, ഞാൻ സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടി പോയത്. അല്ലേ സിനിമ നടിയാ? ഓ സിനിമയില്. ഓ എനിക്ക് സന്തോഷായിട്ട്. ഇവള് ഏത് സിനിമയിൽ പോയാലും ഇവള് ബാലരാമ ഓരോ ഉഷയൊന്നും മറക്കൂല ഇവളെങ്ങനെ. വേഷം നീ ഇട്ടത്? ഞാൻ ഇട്ടത് നൈറ്റി. പള്ളേതാ കിടക്കണ്ട് പിളന്നോണ്ട്. എടി അതല്ല, നീ അഭിനയിച്ച കഥാപാത്രത്തിന്റെ പേരെന്തരെന്ന്? അത് സുധ എന്നാണ് എന്റെ കഥാപാത്രത്തിന്റെ പേര്. നമ്മുടെ അസീസിക്കണ്ടല്ലോ, അസീസിക്കാരെ ഭാര്യ, അനശ്വരരെ അമ്മ, പിന്നെ നമ്മളെ മല്ലികമ്മയില്ലേ അമ്മയുടെ മോള്. അണ്ണാ നമുക്ക് ഒരുമിച്ച് പടം കാണാൻ പോട്ടെ? ഞാൻ കണ്ട് എല്ലാരെയും കൂടെ പോയി. അപ്പൊ നമുക്ക് എല്ലാവർക്കും കൂടി സന്തോഷത്തോടെ വ്യസന സമേതം ബന്ധുമിത്രാദികൾ കാണാൻ പോവാം. ഓക്കെ, ഓക്കെ, വെൽക്കം ബാക്ക് ടു കോമഡി മാസ്റ്റർ. അപ്പോൾ വ്യസന സമേതം ബന്ധുമിത്രാദികൾ എന്ന സിനിമയുടെ താരങ്ങളാണ് നമ്മുടെ ഇപ്പം ജോയിൻ ചെയ്തിരിക്കുന്നത്. ഹാപ്പി അല്ലേ? സെറ്റ് അല്ലേ? അതെ, നിങ്ങൾക്ക് ഫ്രണ്ടിൽ 2 സാധനങ്ങൾ കാണാൻ പറ്റുന്നുണ്ടോ? എന്താണെന്നറിയോ? അത് ബാറ്ററീസ് ആണ്. അപ്പൊ ആ ബാറ്ററി ചാർജ് ചെയ്യാൻ വേണ്ടി നമ്മൾ 2 പേരെ കൊണ്ടുവന്നിരിക്കുകയാണ്. പ്രവീൺ ചേട്ടനും ബൈചുക്കുട്ടൻ ചേട്ടനും. വെൽക്കം. ഇതിൽ വന്നാൽ മാത്രം പോരാ, ഈ ബാറ്ററി ചാർജ് ആകണമെങ്കിൽ നമ്മളെ നാട്ടുകൂട്ടവും ചിരിക്കൂട്ടവും ശ്വേതശിശയൊക്കെ നന്നായിട്ട് ചിരിക്കണം. അപ്പൊ ഇവര് നമ്മളെ ചിരിപ്പിക്കും. ഓക്കെ, റെഡി? അപ്പൊ ഇനി കൂടുതലൊന്നും ഇല്ല, നമ്മൾ അവരുടെ സ്കിറ്റ് കാണാൻ പോവുകയാണ്. അപ്പൊ ഓൾ ദി ബെസ്റ്റ് ടു പ്രവീൺ ചേട്ടൻ ആൻഡ് ബൈചുക്കുട്ടൻ ചേട്ടൻ. ഞാനിവിടെ ഇങ്ങനെ നിക്കണ കാണുമ്പോ നിങ്ങൾ വിചാരിക്കും വല്ല പ്രേതമോ പിശാചോ ആണെന്ന്. ഞാൻ ഇവിടുത്തെ അറ്റൻഡറാ. പിന്നെ ഇത് വെച്ചേക്കണ എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാ വല്ല പ്രേതമോ പിശാചോ കയറി വന്നു കഴിഞ്ഞാൽ അവരുടെ കൂട്ടത്തിലുള്ള ആളാന്ന് കരുതി എന്നെ ഉപദ്രവിക്കത്തുമില്ല, പേടിപ്പിക്കത്തുമില്ല. എങ്ങനെ ഉണ്ട് എന്റെ ബുദ്ധി? ഗുഡ്. എന്തായാലും കുറച്ചു നേരം ഒന്ന് ഉറങ്ങിയേക്കാം. ചേട്ടോ, അയ്യോ പ്രേതം വന്നോ? ചേട്ടോ, ഒന്ന് പോയേട്ടാ. ബോംബുടി കൊച്ചു വെറുതെ ചിരിപ്പിച്ച ആളെ കൊല്ലാതിരിക്കാൻ എല്ലാം ഇറ്റ. അപ്പൊ പ്രേതമല്ലായിരുന്നല്ലേ? ഞാൻ ഇവിടുത്തെ അറ്റൻഡറാണ്, പ്രേതമൊന്നും അല്ല. അറ്റൻഡർ ആയിരുന്നു. പേടിപ്പിക്കാൻ ഒരേ കാരണങ്ങളെ. നീ എന്തിനാ വന്നത്? ചേട്ടാ, എനിക്കൊരു ബോഡി വേണം. ഇന്നർ പിന്നെയും പോരെ, നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കണം. അതല്ല, ഞാനേ എന്റെ അച്ഛന്റെ ബോഡി അന്വേഷിച്ചു വന്നതാ. എടാ, അങ്ങനെ ഇങ്ങനെയൊന്നും ബോഡി തരാൻ പറ്റത്തില്ല. അച്ഛന്റെ അടയാളം എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറ. അടയാളം ഉണ്ട്. അച്ഛന്റെ വയറിന്റെ നടുക്കായിട്ട് ചെറിയൊരു ഹോൾ ഉണ്ട്. അയ്യോ പൊക്കിള്, അതെല്ലാവർക്കും ഉള്ളതല്ലേ? അയ്യോ അതല്ല, അതിന്റെ തൊട്ട് മുകളിലായിട്ട് പണ്ട് കീ ഹോൾ സർജറി ചെയ്തിരുന്ന ചെറിയൊരു ഹോൾ ഉണ്ട്. ആ ഹോൾ ഇതുവരെ അടച്ചില്ലേ? ഇല്ല, കീ അവരുടെ അടുത്തല്ലേ. അത് എടാ, അച്ഛന്റെ ഫോട്ടോ വല്ലോ ഉണ്ട്? അച്ഛന്റെ ഫോട്ടോ കൊണ്ട് നടന്നു. ആ അന്ന് കാണിച്ചു. ഇതാണ് അച്ഛൻ. ആയിരിക്കും. ഇതെന്നാണ് നിന്റെ അച്ഛന്റെ വായിൽ കീ ഹോൾ ചെയ്തിട്ടുണ്ടാ? അയ്യോ, ഇതേ കീ ഹോൾ ചെയ്തതല്ല. എന്റെ അച്ഛൻ ഈ ഫോട്ടോയിൽ എങ്ങനെ ചിരിച്ചിരിക്കണെന്നറിയാമോ? ഇങ്ങനെ. അപ്പൊ ഈ ചിരിച്ച ഫോട്ടോ ചെമരയിൽ വെക്കുമ്പോ രാത്രി ആവുമ്പോ എലി വരും. അപ്പൊ തേങ്ങാപ്പൂള് വെച്ചേക്കെന്ന് പറയും ഈ ഭാഗം മാത്രം കറണ്ട് എടുത്തിട്ട് പോകും. അതിന്റെ ഒരു ഓട്ടയാണ്, അല്ലാതെ വേറൊന്നുമല്ല. അച്ഛൻ എങ്ങനെയാടാ മരിച്ചത്? അച്ഛൻ ഇപ്പോഴും മരിച്ചോ ഇല്ലെന്നൊന്നും ഇപ്പോഴും അറിഞ്ഞൂടാ. അത് പറഞ്ഞു കേട്ടതാണ് കേട്ടാ. കേട്ടത് പറഞ്ഞാ മതി. അന്ന് ഞാൻ കൈക്കുഞ്ഞാണല്ല. എന്ത് കഴിക്കുമായിരുന്നു? അയ്യോ, കഴിക്കുന്നതല്ല, അന്ന് ഞാൻ കൈക്കുഞ്ഞായിരുന്നല്ലോ. പറഞ്ഞു കേട്ടതാണ് കേട്ടാ. കേട്ടത് പറഞ്ഞാ മതി. അപ്പൊ അന്ന് അച്ഛൻ നാട് വിട്ടു പോയതാണ്. 30 വർഷം ഇതുവരെ വന്നിട്ടില്ല. അപ്പൊ ഒത്തിരി ദൂരം അങ്ങ് പോയി കാണുമല്ലോ. പക്ഷെ നടന്നു പോകാൻ വഴിയില്ല. അതെന്നാ? അച്ഛന്റെ കാലുമ്പോ വെബ് സീരീസ് കിടക്കല്ലേ. എത്രാമത്തെ എപ്പിസോഡ്? ഈ എപ്പിസോഡല്ല, ഈ ഞരമ്പ് കടിച്ചു കിടക്കൂലേ. വെബ് സീരീസ് അല്ല, വെരിക്കോസ് വെയിനാണോ സണ്ടി വെയിനാണോ എന്ന് എനിക്കറിയില്ല. എന്തായാലും ഇൻഷുറൻസ് കിട്ടുന്നുണ്ടെങ്കിൽ അച്ഛന്റെ ബോഡി വീട്ടിൽ കൊണ്ടുപോയി തേപ്പിക്കണം. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ആരെങ്കിലും കണ്ടു കഴിഞ്ഞാ അയ്യേ
എന്ന് പറയാത്ത രീതിയിൽ ഒരു മെനുള്ള ഒരു ബോഡി തന്നു വിടണം. നിന്റെ അച്ഛൻ എങ്ങനെ ഇരിക്കുന്നത്? അച്ഛൻ നീ എന്നെ പോലെ തന്നെ ഇരിക്കുന്ന പറഞ്ഞത്. എന്നിട്ടാണ് ഇവൻ മെനയുള്ള ബോഡിയും തിരക്കി വന്നേക്കണത്. ചേട്ടാ എങ്ങനെയെങ്കിലും ഒരു ബോഡി താ, ഞാൻ എടാ അങ്ങനെ ഇങ്ങനെയൊന്നും ഇവിടുന്ന് ബോഡി ഒന്നും കൊടുത്തു വിടാം. അതിന് ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ട്. ചേട്ടനൊരു കാര്യം ചെയ്യ്. എന്റെ കയ്യിൽ ഇപ്പൊ ഇതുള്ളു. ഇൻഷുറൻസ് കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ ക്യാഷ് ആയിട്ട് എന്തെങ്കിലുമൊക്കെ തന്നേക്കാം. ഇത് എത്ര ഉണ്ടാ നോക്കട്ടെ, ഇത് ഒരെണ്ണുള്ളൂ. എന്തായാലും നീ ഇത്രയും കാര്യങ്ങളൊക്കെ പറഞ്ഞല്ലേ, ബോഡി ഞാൻ സെറ്റ് ചെയ്തൊക്കെ തരാം. കുറച്ച് ഫോർമാലിറ്റീസ് ഒക്കെ ഉണ്ട്. ഈ നിസാര കാര്യത്തിന് എന്റെ അടുത്ത് ഫോർമാലിറ്റി കാണിക്കല്ലേ. എടാ അതല്ലടാ, നീ ഇങ്ങോട്ട് വന്നതേ ഈ ഫോമിലൊന്ന് ഒപ്പ് ചെയ്യണം. ഒപ്പിടണോ? തമ്പടിച്ചാ പോരെ? തമ്പടിക്കാൻ നീ എന്നെ തെരുവ് സർക്കസിന് വന്നാണ്. അയ്യോ ആ തമ്പടിയല്ല, ഇത് വെച്ചാ മതി. എടുക്കട്ടെ? അടിച്ചോ. തമ്പടി കള്ളി. അയ്യോ പാവം. ഇതെങ്കിലും എനിക്ക് ബോഡി തന്നെ സഞ്ചയനക്കാട് വരെ അടിച്ചു വെച്ചാക്കുക. അയ്യോ എടാ ഇതൊന്നും ഡേറ്റും കാര്യങ്ങളൊന്നും എഴുതിയിട്ടില്ലല്ലോ. ബോഡി തന്നിട്ടില്ലല്ലോ. എന്താണ് എഴുതി വെച്ചേക്കണത്? പ്രസവ സമേത ബന്ധുമിത്രാദികൾ. പ്രസവ സമേതമല്ല, വ്യസന സമേതം ബന്ധുമിത്രാദികൾ. അത് ഇതിന്റെ അടിയിൽ അങ്ങനെ എഴുതുക. എന്നിട്ട് ബന്ധുമിത്രാദികൾ എന്ത്? ബന്ധുമിത്രാദികളല്ലേ അവിടെ വ്യസനിച്ചിരിക്കണത്. ഹലോ എടാ ബെൻസ്. ബെൻസ് അല്ല, പാണ്ടിലോറി റൂട്ട് മാറിപ്പോയില്ല. അയ്യോ തുടരും കേറി. അയ്യോ നല്ല വേദന ഉണ്ടാവൂല, തുടയും കീറിയെന്ന് പറഞ്ഞു. എന്തായാലും നിനക്ക് ആ 8ാം ബ്ലോക്കിൽ കിടക്കുന്ന ബോഡി നീ കൊണ്ടുപോയിക്കോ. ഓ ചേട്ടാ, ചേട്ടന് നല്ല മനസ്സിൽ. ഹലോ, ആ അമ്മേ. അച്ഛൻ വന്നാ പോകാൻ പറ. ഞാനിവിടെ ഒരു മെനയുള്ള ബോഡി സെറ്റ് ചെയ്ത് വെച്ചാൽ ഇൻഷുറൻസ് കിട്ടണ്ടേ? ആ സമയത്ത് വലിഞ്ഞു കയറി വന്നാക്കിയതാ. പിന്നെ നാട് വിട്ടുപോയ അച്ഛൻ വീട്ടിൽ വന്ന്. അപ്പൊ നമുക്ക് ഈ 8ാം ബ്ലോക്കില് അത് വേണ്ട, ബോഡി വേണ്ട. അപ്പൊ എന്റെ മാല തരത്തില്ല. എടാ നീ അങ്ങനെ വേണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നീ എന്തായാലും നിന്റെ അച്ഛന്റെ ബോഡി കൈപ്പറ്റി എന്ന് പറഞ്ഞിട്ട് ഇതിൽ ഒപ്പിട്ടോ. ഒപ്പിട്ടു. അപ്പൊ ഇന്നോട്ട് അതാണ് നിന്റെ അച്ഛൻ. എടുത്തോണ്ട് പോയേ. അയ്യോ, ഈ അച്ഛനെ കൊണ്ട് ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവിടെ ഇരിക്കണ എന്റെ ഒറിജിനൽ അച്ഛൻ എന്ത് ചെയ്യും? എടാ നിന്റെ അച്ഛന്റെ ഫോട്ടോ എങ്ങനെയായിരുന്നു? ഇങ്ങനെ ആ ഫോട്ടോ വെച്ചേക്കണത് അങ്ങോട്ട് മാറ്റിയിട്ട് നിന്റെ അച്ഛനെ കയറ്റി അതേ ഒട്ടിക്ക്. എന്തിന്? ബാക്കിയെല്ലാം എലി വന്ന് ചെയ്തോളൂടാ. ഗംഭീര ഒരു സ്കിറ്റായിരുന്നു നമ്മളിപ്പോ കണ്ട് അല്ലെ. അതിന്റെ ഇടയ്ക്ക് അവിടെ ഒരു തോണ്ടല് കണ്ടായിരുന്നല്ലോ. ജോമോനും ലൊക്കേഷനിൽ ഇതുപോലെ എന്തെങ്കിലും ഫൺ മൊമെന്റ്സ് ഉണ്ടായിട്ടുണ്ടോ? നോബിച്ചേട്ടന്റെ ഒക്കെ കൗണ്ടർ ഒക്കെയാണ് നമുക്ക് എപ്പോഴും ലൊക്കേഷനിൽ ഫണ്ണ് എപ്പോഴും. അയ്യോ ഇവിടെ അത് ഫണ്ണൊന്നും അല്ല. അല്ല അവിടെയും അങ്ങനൊക്കെ തന്നെയാണ്. പക്ഷെ നമ്മളൊന്ന് വേറെ സംഭവം പറഞ്ഞാൽ നമ്മൾ ആ ലൊക്കേഷൻ മരണ വീടാണ്. അതെ, ഷിജുവിന്റെ ഒരു സീൻ പറയാം. മറ്റേ വെള്ളം ഒഴിച്ചിട്ട് വരണം. എത്ര ടേക്ക് എടുത്തു? എത്ര ടേക്ക് എടുത്തു? 2 ടേക്ക്. 2 takes, that's it. നോബിച്ചേട്ടൻ എന്തോരം ടേക്ക് എടുത്തിട്ടുണ്ടെന്ന് അറിയാം? എത്ര എടുത്തിട്ടുണ്ട്? അതൊന്നും പറഞ്ഞു, ഇഷ്ടം പോലെ എടുത്തിട്ടുണ്ട്. അങ്ങനെ സീനിയർ ആർട്ടിസ്റ്റുകള് അവസാനം പ്രൊഡ്യൂസർ വന്നിട്ട് പറഞ്ഞു വാഴയെന്നൊന്നും മാറ്റി എല്ലാ പടത്തിലും സെയിം ഇടല്ലേ. അവസാനം അല്ലല്ല ഞാൻ പറയാം. അതിനകത്ത് വെള്ളം ഒഴിച്ചോണ്ടാണ് സീനില്ലേ ഒരു ടേക്ക് എടുത്ത് 2 ടേക്ക് എടുത്ത്. അപ്പൊ ഈ ആ വീട്ടിലെ അമ്മച്ചി അതിനകത്ത് അഭിനയിക്കാറുണ്ട്. അമ്മച്ചേട്ടൻ മതിയുടെ കിണറ്റില് വെള്ളം തീരുവിടെ. അവനെ ശരിയാക്കിയില്ലെങ്കിൽ വേറെ ആളിനെ എടുക്കാൻ അവര് വിചാരിച്ച പെട്ടെന്ന് ഒരാളിനെ വെച്ച് കഴിയാന്ന് വിചാരിച്ചു. ആ അടിച്ച കൗണ്ടർ കിണറ്റിങ്കരെ കിടപ്പുണ്ട്. ഈ ഒരു കൗണ്ടർ പഞ്ചാണ് നമ്മൾ ഇവിടെ നിർത്തുന്നത്. ഇനി ഒന്നും പറഞ്ഞിട്ടല്ല, നിങ്ങൾ ചത്തു. ഇവിടെ കുറെ കൗണ്ടറുകൾ ഇതാ നമുക്ക് കിട്ടിക്കഴിഞ്ഞിരിക്കുകയാണ്. പക്ഷേ കമ്മിങ് ബാക്ക് ടു കോമഡി മാസ്റ്റേഴ്സിൽ പറയുകയാണെങ്കിൽ ശ്വേത ചേച്ചി ഇവരുടെ പെർഫോമൻസ് എത്രത്തോളം എൻജോയ് ചെയ്തു, ബാറ്ററി എത്രത്തോളം ചാർജ് ആയെന്നൊക്കെ നമുക്ക് നോക്കണം. നന്നായി സൂപ്പർ പെർഫോമൻസ് ആണ്. അപ്പൊ നമുക്ക് നേരെ ബാറ്ററി ചാർജിലേക്ക് പോവാം. ഈ പ്രവീൺ സ്കിറ്റുകൾ ഇവ കറക്റ്റ് രാജമ്പി ഫിഗർ. എടാ നിനക്കൊരപ്പം വേണമെങ്കിൽ നീ ആ പേപ്പർ ഒപ്പിട്ടതാ. അതാരാ? നോബിച്ചേട്ടൻ ഇപ്പൊ പറഞ്ഞ ഷാരുഹാസൻ കമൽഹാസൻ. വീണ്ടും നോബിച്ചേട്ടൻ ചത്തിരിക്കുകയാണ്. വീണ്ടും ചത്തിരിക്കുകയാണ്. എന്റെ അണ്ണൻ ആ ലൊക്കേഷനിൽ നല്ല വിലയായിരുന്നു. ഞാനല്ല ഇത് എന്നെ ഉരുക്കിയിട്ടേക്കണോ. ഓൾറൈറ്റ്, നമുക്ക് എന്തായാലും ഇവരുടെ ബാറ്ററി എത്രത്തോളം ചാർജ് കയറി എന്നുള്ളത് നോക്കാം. യെസ്, ₹42,000 ആണ് നിങ്ങൾ
ലഭിച്ചിരിക്കുന്നത്. കൺഗ്രാറ്റുലേഷൻ. അടുത്ത തവണ വന്നു കഴിഞ്ഞാൽ എനിക്ക് ഉറപ്പാണ് 50ലേക്ക് എത്താം. യെസ്. ഓക്കെ, ബാങ്ക് ഓഫ് ബോംബെ ട്രാൻസ്ഫർ ചെയ്തോളൂ. നൈസ്. അപ്പൊ അടുത്ത തവണ കിഡിലുമായിട്ട് തിരിച്ചു വരണം, ഫുൾ പവറോടെ. ഓക്കെ, വെൽക്കം ബാക്ക് ടു കോമഡി മാസ്റ്റർ. അപ്പൊ ഇങ്ങനെ ചിരിയുടെ പവർ കൂട്ടിക്കൊണ്ട് ഞങ്ങളുടെ വ്യസന സമേത ബന്ധുമിത്രാദികൾ ഒരു തേടി തകർത്തോണ്ടിരിപ്പുണ്ട്. അപ്പൊ ഇവിടെ പവർ കുറയരുത്, നിങ്ങളും കൂടെ കൂട്ടണം. അവിടെയും ഇവിടെയും എനിക്ക് വേണ്ടപ്പെട്ടവരാണ് ചേച്ചിയും. അപ്പൊ വീണ്ടും നമ്മുടെ ബാറ്ററി ചാർജ് കൂട്ടാനായിട്ട് ഒരു പുതിയ 2 പേരൂടെ വന്നിട്ടുണ്ട്. അവർ ഇവിടെ പുതിയതാണ്, പക്ഷെ 2 പേരും പഴയ ആർട്ടിസ്റ്റുകളാണ്. 2 പേരും ഗംഭീര ആർട്ടിസ്റ്റുകളാണ്. അഭിലാഷ് ആൻഡ് സ്മൃതി. അഭിലാഷ് പോത്തങ്കോടുകാരനാണ്, ഗംഭീര നാടക നടനാണ്, ഒരുപാട് പ്രൊഫഷണൽ ട്രൂപ്പിൽ ഗംഭീര വേഷങ്ങൾ ചെയ്ത ആർട്ടിസ്റ്റാണ് അഭിലാഷ്. ഇത് സ്മൃതി, ഒരുപാട് നാടക ട്രൂപ്പിലുണ്ട്, കളിച്ചൂടായിരുന്നു. സ്മൃതി ഒരുപാട് പ്രോഗ്രാം, ഒരുപാട് ചാനലിൽ ഒരുപാട് സ്റ്റേജ് ഷോ ചെയ്ത ആളാണ്. അപ്പം അഭിലാഷ് ഭായ്, സ്മൃതി 2 ബാറ്ററി ഇവിടെ ഇരിപ്പുണ്ട്. അവർ ചിരിക്കാൻ റെഡിയാണ്, ഇവർ ചിരിക്കാൻ റെഡിയാണ്, ചേച്ചി പൈസ തരാൻ റെഡിയാണ്. ഓക്കെ അല്ലേ? ബാറ്ററി ഓൺ ചെയ്യാം. ബാറ്ററി റെഡിയാണ്. അപ്പം ബാക്കി നിങ്ങളെ 2 പേരുടെ കയ്യിൽ ഞങ്ങൾ ചിരിച്ചോളാം. അല്ല ശാരി, നീ എപ്പോ വന്നു? എത്ര നാളായിട്ട് നമ്മൾ തമ്മിൽ കണ്ടിട്ട്? പിന്നെ അണ്ണാ, സൂപ്രണ്ട് പറഞ്ഞ് നമുക്കിനി 4 മിനിറ്റും കൂടെ സംസാരിക്കാൻ ബാക്കിയുള്ളൂ എന്ന്. അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് സംസാരിക്കാം. എല്ലാവർക്കും 15 മിനിറ്റ് ആണല്ലോ അനുവദിച്ചിട്ടുള്ളത്, നിനക്കെന്താ 4 മിനിറ്റ്? അല്ല, എല്ലാവർക്കും ഉള്ള പോലെ 15 മിനിറ്റ് എനിക്കും ഉണ്ടായിരുന്നു. അതിൽ 11 മിനിറ്റ് ഞാൻ അവിടെ സൂപ്രണ്ടുമായിട്ട് സംസാരിച്ചു. ശരി, വീട്ടിലെ ആടിനും കോഴിക്കും പൂച്ചയ്ക്കും ഒക്കെ സുഖം തന്നെ? നമ്മുടെ മക്കളുണ്ട്, അവരുടെ കാര്യം നിങ്ങൾ അന്വേഷിച്ചാ? എന്നിട്ട് പൂച്ചയുടെ കോഴിയുടെ കാര്യമൊക്കെ അന്വേഷിക്കുന്നു. പൂച്ചയും കോഴിയൊക്കെ ഞാൻ കൊണ്ടുവന്നതാ, പക്ഷെ മക്കളുടെ കാര്യത്തിൽ എനിക്ക് സംശയം. ശരി, താരി തിന്ന് തീന്നെങ്കിൽ ഇതാ കുറച്ച് മുണ്ട് തിന്നു. നിങ്ങളില്ലാത്ത പല രാത്രികളിലും നമ്മുടെ വീടിന്റെ വാതിലിൽ ആരൊക്കെയോ ഒന്ന് മുട്ടുന്നുണ്ട്. ഞാൻ ഇറങ്ങട്ടടി, എല്ലാം ശരിയാക്കുന്നുണ്ട്. ഇറങ്ങിട്ട് എന്തിയാ മൂന്ന്? ഞാൻ ആ വാതിലവിടെ നിർത്തി മാറ്റും, എന്നിട്ട് യുവമാരെ എവിടെ ഒന്ന് മുട്ടോന്ന് എനിക്ക് അറിയണമല്ലോ. അണ്ണാ, എനിക്ക് സീരിയസ് ആയിട്ട് ഒരു കാര്യം പറയാനുണ്ട്. എന്താടി? നമ്മുടെ മക്കളുടെ കാര്യമാ. അവരുടെ പഠിത്തം ഒന്നും ശരിയാവുന്നില്ല. എന്റെ തെറ്റാടി, ഞാൻ ഏൽക്കുന്നു. അവര് നല്ല ഭക്ഷണം കഴിച്ചിട്ട് എത്ര നാളായെന്നറിയോ? എന്റെ തെറ്റാടി, ഞാൻ ഏൽക്കുന്നു. പിന്നെ നമ്മുടെ അമ്മണിപ്പൂച്ച പ്രസവിച്ചേട്ടാ. എന്റെ തെറ്റാടി, ഞാൻ ഏൽക്കുന്നു. എനിക്ക് വാക്ക് തരണം. നീ ഇതിവിടെ മുറുക്ക് നിർത്തിയില്ലേടി? വാക്ക് തരണോന്നല്ല, വാക്ക് തരണം. ഓ അങ്ങനെ. നിങ്ങൾ ജയിലിൽ നിന്ന് ഇറങ്ങുമ്പോ പുതിയൊരു മനുഷ്യനായിട്ട് ഇറങ്ങുന്നതെന്ന് എനിക്ക് വാക്ക് തരണം. ഞാൻ ഉറപ്പ് തരുന്നു, ഈ ഉത്തരത്തിൽ കാണുന്ന 1566 ഓടുകളാണ് സത്യം. ഇതൊക്കെ എപ്പോ എണ്ണി? ഇന്നലെ സൂപ്പറിന്റെ തല കീഴായി കെട്ടി ആട്ടി അടിച്ചപ്പോ എണ്ണിയതാടി. പാവന്റെ അണ്ണ ഒത്തിരി വേദനിച്ചാണു അല്ലേ? അവര് ഒരുപാട് ഉപദ്രവിച്ചാ? നീ എന്റെ പറകോട്ട് തൊട്ട് നോക്കിയാണ്. എന്തോ ഇത്? അത് നട്ടല്ലല്ലേടി, സൂപ്പറിന്റെ ലാത്തിയായിരിക്കും. സാരമില്ല അണ്ണ, പോട്ടെ. പിന്നെ അണ്ണന് വേണ്ടിട്ട് ഞാൻ എന്റെ കൈ കൊണ്ടുണ്ടാക്കിയ അവലസുണ്ട കൊണ്ടുവന്നിട്ടുണ്ട്. മൊത്തം കഴിക്കണേ. വേണ്ട, ജയിലർ വഴക്ക് പറയും. ഭാര്യ കൊണ്ടെത്തുന്ന അവലസുണ്ട കഴിച്ച് ഞാൻ ജയിലർ വഴക്ക് പറയോ? ഇല്ല. പിന്നെ ഒത്തിരി സമയം കക്കൂസിലിരുന്ന ജയിലർ വഴക്ക് പറയും. നിങ്ങൾ ഇങ്ങനൊന്നും എന്നോട് സംസാരിക്കരുത് കേട്ടോ. നിങ്ങളില്ലാതെ ഞാൻ ആ വീട്ടിൽ എങ്ങനെ കഴിയുന്നറിയാവോ? മക്കളുടെ അച്ഛൻ എവിടെയും ചോദിക്കുമ്പോ ഞാൻ ഗൾഫിലാന്നാ പറയുന്നത്. അപ്പൊ നീ അത് സമ്മതിച്ച്? പിള്ളേരുടെ അച്ഛൻ ഗൾഫിലാണല്ലേ? വീട്ടിന്റെ അടുത്തുള്ള ഗൾഫിലെ രമേശനെ എനിക്ക് പണ്ടേ സംശയം ഉണ്ടായിരുന്നടി. എന്റെ പൊന്നു മനുഷ്യ, അതല്ല. പിന്നെ നിങ്ങൾ ജയിലിലാന്ന് പറയാൻ എനിക്ക് നാണക്കേടാന്ന്. അല്ല, നിങ്ങളൊരു കാര്യം അറിഞ്ഞാ? നിങ്ങളുടെ കൂടെ 6 മാസമായിട്ട് ജയിലിൽ കിടക്കുന്ന ബിജു ഇല്ലേ, അവന്റെ ഭാര്യ 2 മാസം പ്രഗ്നന്റ് ആണെന്ന്. കണ്ടു പഠിക്കടി. വീട്ടിൽ ആണുങ്ങളില്ലെങ്കിലും പെണ്ണുങ്ങൾ ഉത്തരവാദിത്തമായിട്ട് കാര്യങ്ങൾ ചെയ്യണമെന്നാ. അല്ല, അത് പോട്ടെ. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ? സത്യം പറഞ്ഞ നിങ്ങൾ എങ്ങനെയാണ് ഈ ജയിലിൽ വന്നത്? വഴി ചോദിച്ചതിന് രമേശൻ കണ്ട്രാക്കിന്റെ മോൻ എന്നെ അടിച്ചു, ഞാൻ അവനെ തിരിച്ചടിച്ചു. വഴി ചോദിച്ചതിന് എന്തിനാ അവൻ നിങ്ങളെ അടിക്കുന്നത്? എടി, റോഡിന്റെ സൈഡിൽ നിന്ന് അവന്റെ കാലിൽ കൊണ്ടുവന്ന് കാറ് കയറ്റിട്ട് വഴി ചോദിച്ച അവൻ അടിക്കത്തില്ല. ഇത്രയൊക്കെ ഉണ്ടായിട്ടും എന്റെ അച്ഛൻ ഇന്നലെ നിങ്ങളെ കാണാൻ വന്നില്ലേ? വന്നില്ലേ? നിങ്ങളെ പോലീസ് പിടിക്കുന്നതിന്റെ തലേ ദിവസം നിങ്ങളും എന്റെ അച്ഛനും കൂടെ വെള്ളം അടിച്ച് വഴക്കുണ്ടാക്കി. എന്നിട്ട് നിങ്ങൾ എന്റെ അച്ഛന്റെ തലക്കടിച്ച്. പാവ അച്ഛൻ ഇന്നലെ ഡിസ്ചാർജ് ആയപ്പോ തന്നെ നിങ്ങളെ വന്ന് കണ്ടില്ലേ? അതാണ് എന്റെ അച്ഛന്റെ സ്നേഹം. സ്നേഹം കൊണ്ടല്ലേ അങ്ങനെ വന്നത്? അന്ന് അടിച്ചു തീർത്ത ഫുള്ളിന്റെ ബാക്കി എവിടെ ഇരിക്കുന്നു ചോദിക്കാൻ വന്നതാ. നിങ്ങൾ എന്റെ കുടുംബം തകർത്ത് ഇപ്പൊ പട്ടിണിയും ദാരിദ്ര്യവും മാത്രമേ ഉള്ളൂ. ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങട്ടടി, എല്ലാം ശരിയാക്കുന്നുണ്ട്. എന്തോ ശരിയാക്കാൻ? കോടികൾ വിലയുള്ള
കറുത്ത ഉരുണ്ട രത്നങ്ങൾ നമ്മുടെ മേശയിൽ വെച്ചിട്ടുണ്ടടി ഞാൻ. എന്റെ പൊന്നു മനുഷ്യ, നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യുമ്പോ എന്നോടും കൂടെ പറഞ്ഞിട്ട് ചെയ്തൂടെ? എന്താടി ആട്ടുംകാട്ടാന്ന് വിചാരിച്ച് ഞാൻ അത് തോട്ടിക്കളഞ്ഞു. എടി ബുദ്ധിയില്ലാത്തവളെ, ഇത്രയ്ക്ക് കട്ടിക്ക് ഏതാ ആടടി തൂറണത്? നിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. മ്യൂസിയത്തിന്ന് ഞാൻ മോട്ടിച്ചോണ്ട് വന്ന ലണ്ടനിലെ രാജകുമാരിയുടെ ഫ്രോക്ക് നീ എടുത്തിട്ടുണ്ട് കുടുംബശ്രീക്ക് പോയോളാ നീ. മഹാനൊന്നും ആവണ്ട. അപൂർവ വെള്ള പ്രതിമയാണെന്ന് പറഞ്ഞിട്ട് യൂറോപ്യൻ ക്ലോസറ്റ് മോഷ്ടിച്ചോണ്ട് വന്നവരല്ലേ നിങ്ങള്? മതി കേട്ടോ, നിങ്ങളെ സമയം കഴിഞ്ഞ്. മതി. അയ്യോ അണ്ണ, സമയം കഴിഞ്ഞു. ഉള്ള സമയത്ത് നമ്മളാണ് വഴക്കം കൂടി. ഞാൻ പോട്ടെ, ഇനിയും വരെ പോട്ടെ. ടാറ്റാ. മനുഷ്യ, നീ ഇതുവരെ പോയില്ലേടി? നിങ്ങൾക്ക് എന്നെ വിലയില്ലായിരുന്നല്ലോ. ഞാൻ കൊണ്ടുവന്ന അവലോസുണ്ട അവിടെ ദേ സൂപ്പറിന്റെ ഇരുന്ന് കഴിക്കുന്ന ആസ്വദിച്ച് മുഴുവനും കഴിച്ചാ? മുഴുവനും കഴിച്ചു. ദൈവമേ, ഇനി സൂപ്പറിന്റെ വീട്ടുകാരെ സൂപ്പർ ഹിറ്റായി ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു സിനിമയുടെ കാർഡ് അടിച്ച് ഇനി വിതരണം നടത്തേണ്ടി വരും. അതേ സിനിമ ബസ്സിന് സമേതം പേര് പറഞ്ഞു എത്ര ആലോചിച്ചിട്ട് എനിക്ക് ആ പേര് കിട്ടുന്നില്ല കേട്ടോ. അതേ സിനിമ ബസ്സിന് സമേതം ബന്ധുമിത്രാധികം. ഇറങ്ങി പോടി. പടത്തിന്റെ ക്ലൈമാക്സ് പോലെ ഈ സ്കിറ്റിന്റെ എനിക്ക് ഇഷ്ടപ്പെട്ടത് ക്ലൈമാക്സ് ആണ്. അതെ, ഈ അണ്ണൻ എന്താണ് ഈ വ്യസന സമേതം ബന്ധുമിത്രാദികൾ ഇല്ല, അത് പെട്ടെന്ന് പറയുമ്പോ കിട്ടത്തില്ല. എനിക്കും കിട്ടത്തില്ലായിരുന്നു ആദ്യം. അഭിലാഷ് സ്റ്റേജിൽ ഗംഭീരമായിട്ട് പെർഫോം ചെയ്യാൻ ആർട്ടിസ്റ്റാണ്. നല്ല അടിപൊളി ആർട്ടിസ്റ്റാണ് അഭിലാഷ്. എനിക്ക് ആദ്യത്തെ ദിവസമായിട്ടുണ്ടായിരിക്കും ഇനി കേറും. ഇത്ര രസമായിട്ട് ക്യൂട്ടായിട്ട് സ്കിറ്റ് ചെയ്യുന്ന ആദ്യത്തെ ആള് ചിലപ്പോ സ്മൃതി ചേച്ചി ആയിരിക്കും. ഭയങ്കര രസമുള്ള സൗണ്ട്, ഭയങ്കര ക്യൂട്ട്നെസ് ആയിരുന്നു. നമ്മളുടെ സ്മൃതിനെ കാണുമ്പേ ദേവ്യാനീന്റെ പോലെയാണ്. ദേവ്യാനി ആണ്. പോയി വരട്ടെ അണ്ണാ. അഭിലാഷ് ചേട്ടൻ പിന്നെ നാസർ സാറിന്റെ പോലെ ഒരു കീരിക്കാടൻ ജോസില്ലേ ചേച്ചി? അതും. പക്ഷെ ഞാൻ ചോദിക്കട്ടെ, ഈ നാടകത്തിലൊക്കെ അഭിനയിക്കുമ്പോൾ ഇങ്ങനത്തെ റോളുകളാണോ ചെയ്യാറുള്ളത്, അതോ പല വേഷങ്ങൾ? പല വേഷങ്ങൾ ചെയ്യാറുണ്ട്. അതിനു മുമ്പ് കുറച്ചു കാലം പട്ടാളത്തിലായിരുന്നു. മോനെ ആണോ? എത്ര വർഷം? ഞാനൊരു 7 വർഷം സർവീസ് ചെയ്തു. എന്താ ഒരു അനുഭവം ഷെയർ ചെയ്യാവോ? അല്ല, എനിക്ക് അവിടെ സംഭവിച്ച ഒരു അനുഭവം എന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ ഇന്ന് ഞാൻ മറക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു. അതായത് ഞങ്ങൾ ഈ ഒരു VIP ഡ്യൂട്ടിക്ക് ഞങ്ങൾ 10 പേരുണ്ടായിരുന്ന ഒരു സമയം. അപ്പം VIP ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ ഡ്യൂട്ടി കഴിഞ്ഞിട്ട് വൈകുന്നേരം, അതായത് നമ്മൾ രാവിലെ പോയി കഴിഞ്ഞാൽ വൈകുന്നേരം വന്ന് അദ്ദേഹത്തിന്റെ വസതിയിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് 10 പേർക്ക് അവിടെ സെപ്പറേറ്റ് ആയിട്ട് ഒരു റൂമുണ്ട്. അപ്പൊ അങ്ങനെ വന്നപ്പോഴുണ്ട് ഞാനും ഞങ്ങളെ കൂട്ടുകാരന്മാരും, എൻ്റെ ഒരു കൂട്ടുകാരനും ഉണ്ടായിരുന്നു, ബാക്കിയെല്ലാം പല സ്റ്റേറ്റിലുള്ള ഒരു മലയാളി ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളിങ്ങനെ പെട്ടെന്ന് വന്ന് കയറി അവിടെ ഇരുന്നിട്ട് ഭക്ഷണം എടുത്ത് എല്ലാവരും വയ്ക്കുക, നിരന്നിരിക്കുക, ചാർക്ക് 10 പേര് ഇങ്ങനെ നിരന്നിരിക്കുക. ഞാനൊന്ന് ടോയ്ലറ്റ് പോയിട്ട് വരട്ടെ. ഞാൻ ചെന്ന് ടോയ്ലറ്റിൽ കയറി ഇരുന്നു കുറച്ച്, അതായത് അങ്ങനെ നിന്ന് കുറച്ച് അവിടെ ഫയറായെന്ന് പറഞ്ഞാൽ 9 പേര് അപ്പം മരിച്ചു. പക്ഷെ ഞാൻ ഈ ബാത്റൂമിനകത്ത് ആയിപ്പോയത് കൊണ്ട് മാത്രം, അതായത് കാശ്മീരിലൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ ബാത്റൂമിൽ പോകുമ്പോൾ പോലും നമ്മുടെ റൈഫിൾ നമ്മളെ കയ്യിൽ സൂക്ഷിച്ചേക്കണം. പക്ഷെ ഞാനത് ശ്രദ്ധിക്കാതെ പോയതുകൊണ്ടാണ് ഞാൻ അതിനകത്ത് പെട്ടുപോയി. ഫയറായി നമ്മളെ ഉടനെ പട്ടാളം, അതായത് ഫയർ ആകുമ്പോൾ തന്നെ ഫോഴ്സ് വളയുമല്ലോ നമ്മളെ, ഇതിന് ചുറ്റും വളഞ്ഞു. ഇവർക്ക് പുറത്തു പോകാൻ പറ്റുന്നില്ല. അങ്ങനെ വെളുക്ക്, അത് ഏകദേശം ഒരു വെളുക്ക് ഒരു 5 മണി വരെയൊക്കെ കാത്തിരുന്നിട്ട് അവസാനം ബുള്ളറ്റ് പ്രൂഫ് കൊണ്ട് ഞങ്ങളെ കമാൻഡന്റ് ഇടിച്ച് അതിനകത്ത് കയറി വന്ന് ഈ 2 പേരും കൊന്നു. ഞാൻ ആലോചിക്കുക, ഇവർക്ക് ടോയ്ലറ്റിൽ പോകണമെന്ന് തോന്നിയിട്ട് ഇവരെങ്ങനെ ഈ തീവ്രവാദികൾ ആരെങ്കിലും ഇതിനകത്തൊന്ന് കയറുമെന്നുള്ളൊരു പേടിയാണ് എൻ്റെ മനസ്സിലുണ്ടായിരുന്നത്. ഭയങ്കരമായിരുന്നു. ഞാൻ അത്രയും സമയം അനുഭവിച്ചെന്ന് പറഞ്ഞാൽ വന്ന് ഇത് കഴിഞ്ഞിട്ട് 9 വരെ ഉള്ളൂ. പറഞ്ഞു ഒരാളെവിടെയെന്ന് ചോദിച്ചു. അങ്ങനെ ഞാൻ ബാത്റൂമിൽ നിന്ന് പുറത്തേക്ക്, ഞാനീ പുറത്തിറങ്ങുമ്പം അതിനകത്ത് നിന്ന് ഇറങ്ങുമ്പം എൻ്റെ കാല് മൊത്തം ബ്ലഡാണ്. ബ്ലഡാണ് എൻ്റെ കാലിൽ. പിന്നെ അപ്പോഴത്തന്നെ എൻ്റെ ഒരു മാനസികാവസ്ഥ ഒരു വല്ലാത്തൊരവസ്ഥയാണ്. അപ്പോൾ തന്നെ എൻ്റെ പറഞ്ഞ ഹോസ്പിറ്റലിൽ എത്തിക്കാൻ പറഞ്ഞു. കുറച്ച് കാലം എൻ്റെ സുഹൃത്തിൻ്റെ ബോഡിയായിട്ട് ഞാൻ പിന്നെ അന്ന് തന്നെ അപ്പോഴത്തന്നെ വിട്ട് തന്നെ ഇങ്ങോട്ട് ഞാൻ ഇവിടെ ബോഡി കൊണ്ട് നടക്കുകയൊക്കെ ചെയ്തിട്ട് പിന്നെ പോയത്. ഇത് പറയുമ്പോൾ വേറെ കാര്യമുണ്ട്, സ്മൃതിയുടെ ഹസ്ബൻഡ് മിലിറ്ററി ഓഫീസറാണ്. ആണോ? അതെ. ഇപ്പൊ എവിടെയാ അപ്പൊ ഉള്ളത്? മീററ്റില്, യുപിയില്. അപ്പൊ നിങ്ങൾ കോളിംഗ് കോൺവെർസേഷൻ അതൊക്കെ എങ്ങനെയായിരിക്കും? ബിക്കോസ് വയർലെസ് വഴി. അതാ വയർലെസ് വഴി അങ്ങ് വിട്ടേക്കാം. ജോമന നിന്നെ ഞാൻ നോക്കിയിട്ടുണ്ട് കേട്ടോ, കൈ അടിച്ചതിന്, നോബിച്ചേട്ടന്റെ കൗണ്ടർ അടിച്ചതിന് കേട്ടോ. ശരി, ഇവരുടെ പെർഫോമൻസ്, അതായത് ഇവര് ഫസ്റ്റ് ടൈം ഇവിടെ പെർഫോം ചെയ്തതിന് എത്രത്തോളം ബാറ്ററി ചാർജ് ആയെന്നുള്ളത് നമുക്ക് നോക്കണ്ടേ ശ്വേത ചേച്ചി? Both of them did very good job. Excellent. നന്നായി ചെയ്തു. നല്ല ഒരു കോൺഫിഡൻ്റ്ലി 2 പേരും നന്നായി പെർഫോം ചെയ്തിട്ടുണ്ട്. ബാറ്ററി ചാർജ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് എത്രയാണ് ബാറ്ററി ചാർജ് ആയി നമുക്ക് നോക്കാം. വാ.
ഗസ് കറക്റ്റ് ആണോ നോക്കാം. 15,000 rupees ആണ് നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നത്. കൺഗ്രാറ്റുലേഷൻസ് ബാങ്ക് ഓഫ് ബോംബെ. തന്നോളൂ. അപ്പൊ അടുത്ത തവണ ബാറ്ററി ഫുൾ ആക്കാൻ രണ്ടുപേരും വന്നോളൂ. നമുക്ക് ഇപ്പൊ ഒരു ബ്രേക്ക് എടുക്കാം. സിനിമ കണ്ടു കഴിഞ്ഞ് ഇവരെല്ലാരും എന്റെ അടുത്ത് വന്ന് നിൽക്കുമ്പോ ഉണ്ടല്ലോ, ഞാനോ സിനിമയുടെ ഭാഗമായോ എന്ന് എനിക്കൊരു ഡൗട്ട്. അങ്ങനെ ഒരു ഡൗട്ട്. അങ്ങനെ നീ സംശയിക്കാൻ വേണ്ട, ഭാവിയിൽ സംശയിക്കേണ്ട അവസ്ഥയും വരില്ല. താങ്ക്സ് ടാ, അതെനിക്ക് അറിഞ്ഞാ മതി. എൻജോയ് ചെയ്തില്ലേ ഇന്നത്തെ? ചെയ്തല്ലേ അത് അവര് പക്ഷെ പടം റിലീസായില്ല. അത് ഹാർഡ് ഡിസ്ക് എടുത്തോണ്ട് ഓടി. ഞാൻ സിനിമയെക്കാട്ടിലും മുമ്പ് ശരിക്കും പറഞ്ഞാൽ നിങ്ങളെയൊക്കെ സോഷ്യൽ മീഡിയയിൽ കാണുമ്പോൾ നിങ്ങളുടെ വീഡിയോസ് കണ്ടിട്ടുണ്ട്. അത് കഴിഞ്ഞ് പിന്നെ ഏറ്റവും കൂടുതൽ കണ്ടിട്ടുള്ളത് ഈ മീംസ് ഉണ്ടാവില്ലേ, ചെറിയ ചെറിയ ട്രോൾ എക്സ്പ്രഷൻ സാധനങ്ങളൊക്കെ. ജോമനാണെന്ന് തോന്നുന്നല്ലേ കൂടുതൽ ഏറ്റവും കൂടുതൽ മീം കിട്ടിയിരിക്കുന്നത്. ഇപ്പോഴും ഇലക്ഷൻ സമയമാകുമ്പോ ഒരു സാധനം വരും, അതായത് അണ്ണൻ മറ്റേ വെള്ളയും ഇട്ടിട്ട് ഇങ്ങനെ നിൽക്കുന്ന സാധനം. ലാൽ ബഹദൂർ ശാസ്ത്രിയിലെ ബാറിലെ സീനാണ് ഇപ്പോഴും. അതുപോലെയാണ് അന്ന് നോബിയുണ്ടത് പോലെയാണ് ഇപ്പൊ ജോമോന്റെ വരുന്നത്. ഇവർ രണ്ടുപേരും ഫിഗറിലും സെയിം ഇതുള്ളതുകൊണ്ടേ കറക്റ്റ് രണ്ടും നമുക്ക് കറക്റ്റ്. അപ്പൊ ഞാൻ വിചാരിച്ചു നമുക്ക് ഇവരെ ഇവിടെ കിട്ടിയ സ്ഥിതിക്ക് നമുക്ക് വേണ്ട കുറെ മീംസും കാര്യങ്ങളും ഒക്കെ, നമുക്ക് വേണ്ട സ്റ്റിക്കറൊക്കെ ഇറക്കാൻ, എങ്കിൽ ഇവരെ കൊണ്ട് കുറച്ച് എക്സ്പ്രഷൻസ് ഒക്കെ ഇടിപ്പിച്ചാലോ എന്ന് ഞാൻ ഓരോ സിറ്റുവേഷൻസ് പറയുന്നു. ആ സിറ്റുവേഷൻ അനുസരിച്ചുള്ള എക്സ്പ്രഷൻ ഇവര് നമുക്ക് തരുന്നു. എന്ത് പറയുന്നു? ആദ്യം തന്നെ ജോമോനെ ഒന്ന് കൈയടിച്ച് വാ. ജോന് ഞാനൊരു സിറ്റുവേഷൻ തരാം, അതിനനുസരിച്ചുള്ള എക്സ്പ്രഷൻ ഇട്ടാ മതി. ഓക്കെ, തിരിഞ്ഞു. വ്യസന സമേതം ബന്ധുമിത്രാദികൾ എന്ന സിനിമയിൽ ഒരു ഡെഡ് ബോഡി ഉണ്ടല്ലോ, പക്ഷെ ആ ഡെഡ് ബോഡിയാണ് ജോമോനെക്കാട്ടിലും നന്നായിട്ട് അഭിനയിച്ചത്. അടുത്ത നമുക്ക് സിജുവിന് കൊടുക്കാം. ഓക്കെ, സിജുവിന് കൊടുക്കാം. സിജു സണ്ണിയുടെ അടുത്ത സൂപ്പർ ഹിറ്റ് പടത്തിന്റെ നായിക എലീന പടിക്കൽ. ഇത് സിജുവിന്റെ മാത്രം എക്സ്പ്രഷൻ. ഈ TV ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്ന കോടാനുകോടി മലയാളികളുടെ എക്സ്പ്രഷൻ. ഒരു ദിവസം വരും, എങ്ങനെയായിരിക്കും അറിയോ, ഞാൻ ഒറ്റയ്ക്ക് അവിടെ ഇരിക്കും. അല്ലല്ല, എലി ഒന്നുകൂടെ പറഞ്ഞത് എന്നിട്ട് എല്ലാവർക്കും എക്സ്പ്രഷൻ ഇടാം. കേരളത്തിലെ അടുത്ത ലേഡി സൂപ്പർ സ്റ്റാർ എലീന പടിക്കൽ. അതിനിടയ്ക്ക് ശ്രീവിദ്യ തന്നെ കണ്ടുപിടിച്ച വേറെ 3 ഭാവങ്ങളുണ്ട്. സുബിൻ ശാസ്ത്രം ശ്രദ്ധിച്ച പുച്ഛമാണെങ്കിൽ ഒരു കുഞ്ഞു ചിരിയുണ്ടോ ഇവിടെ പുച്ഛത്തില് വന്നിട്ടേ എലീന നോക്കിട്ട് കാര്യം എന്തിനാണ് മറ്റേ സൂര്യ കിടന്ന് സൂര്യ എന്താ സംഭവം? നമ്മുടെ കൂട്ടത്തില് മിമിക്രി കാണിക്കുന്ന ഒരാളുണ്ട്, സുബിൻ. അവൻ സൂര്യയുടെ സൗണ്ട് നല്ലോണം എടുക്കും. ഇപ്പൊ എടുക്കാൻ പറഞ്ഞ എടുക്കുമായിരിക്കും. പിന്നെ കോളേജിൽ അല്ലല്ല വിനയ് ഫോർട്ട്, സൂര്യ, വിനായകൻ. പിന്നെ എല്ലാ സ്റ്റേജിലും ഇവൻ കയറി പറയും ഇതെന്റെ ആദ്യത്തെ പരിപാടിയാണ്. എല്ലാ സ്റ്റേജിലും ഞങ്ങളിപ്പോ എല്ലാ പരിപാടിക്കും ഇതെന്റെ ആദ്യത്തെ പരിപാടിയാണ്, തെറ്റുകുറ്റങ്ങൾ ഉണ്ടെങ്കിൽ ക്ഷമിക്കണം. ഇപ്പൊ തന്നെ 100 പ്രാവശ്യമായി. സൂര്യയുടെ സൗണ്ട് നമുക്ക് കേട്ടോ. எவ்வளவு நேரம் என்கிட்ட பேசிக்கிட்டே இருந்து திடீர்னு எனக்கு என்னாச்சு? ஹார்ட் பீட்ஸ் எல்லாமே இருக்கு. உனக்கு ஒண்ணுமே ஆகக்கூடாது. டேய், நீ இருந்தா மட்டும்தான்டா நான் இருப்பேன். ஐயோ, ஹலோ, யாராலும் கொஞ்சம் ஹெல்ப் பண்ணுங்கோ. ആരാലും കൊഞ്ചം ഹെൽപ്പ് ചെയ്യണമെന്നൊരു സൗണ്ട് എഞ്ചിനീയർ അത് ഓഫ് ചെയ്യാൻ നല്ലായിരുന്നു. ഇനി ബാക്കി 2 വോയിസ് കൂടെ കേൾക്കാം. വിനയ് ഫോർട്ടിന്റെ ശബ്ദം എനിക്ക് തോന്നുന്നു കേരളത്തിൽ 75% ആൾക്കാരും ചെയ്യുന്നു. പ്രേമത്തിലാണോ? സ്വാഭാവികം, അത് പറയാനാ എളുപ്പം. ജോർജ് മലർ മിസിനോട് പറയണം, വിമൽ സാർ നന്നായിട്ട് പാടും, വിമൽ സാർ നന്നായിട്ട് ഓടും. വിമൽ സാറിന് ഊട്ടിയിൽ 5 ഏക്കർ സബർജിൽ തോട്ടമുണ്ട്. മുതല വേണ്ട സാറേ എന്റെ പ്രശ്നം എന്താണെന്നറിയോ? എനിക്ക് തലയില് മുടിയില്ല. അതും കൂടെ എടാ കൃഷ്ണ, ഞാനാടാ പെണ്ണില്ല കള്ളനാന്റെ മോൻ, അവനാണ് എന്നെ ഒറ്റത്. അവന് ഞാൻ പണി വെച്ചിട്ടുണ്ട്. ഇല്ല ആശാന, കിടിലന്തോളാണല്ലോ ആശാന. പിന്നെ ഞാൻ പോണില്ല, ഞാൻ ഹാപ്പിയാണ്. ഞാൻ ആശാന്റെ കൂടെ കാണും. ഇനി ഞാൻ പറയാൻ പോകുന്ന ഒരു സിറ്റുവേഷനുള്ള ഈ ഒരു എക്സ്പ്രഷൻ ആയിരിക്കും ഇനി ഹിറ്റ് ആവാൻ പോകുന്നത്. പ്രോബബ്ലി ഉടൻ തന്നെ നമ്മൾ കാണാൻ പോകുന്ന ഒരു എക്സ്പ്രഷൻ ആയിരിക്കും. ആ എക്സ്പ്രഷൻ കാണാം. ആൻഡ് ദ സിറ്റുവേഷൻ ഇസ് വ്യസന സമേതം ബന്ധുമിത്രാദികൾ എന്ന സിനിമ
100 കോടി ക്ലബിൽ കയറി. അപ്പൊ എന്തായാലും കാണാത്തവരുണ്ടെങ്കിൽ വേഗം പോയി കണ്ടോളൂ. മറക്കണ്ട, ഇറ്റ്സ് അൺലിമിറ്റഡ് ഫൺ വിത്ത് ദിസ് കോമഡി മാസ്റ്റർ സീയിങ് ബൈ ബൈ, ഗുഡ് നൈറ്റ്.